സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതിന് മറുപടിയായി എപ്പോഴും നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. സ്ട്രാറ്റജികളല്ല നമ്മളെ എപ്പോഴും പ്രോഫിറ്റിൽ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം സ്ട്രാറ്റജികൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ചില സമയങ്ങളിൽ അത് മാർക്കറ്റിൽ നന്നായി വർക്ക് ചെയ്യാതെയും വന്നേക്കാം. കൃത്യമായി ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 920 സ്ട്രാഡിൽ ഒരു കാലത്ത് നന്നായി വർക്ക് ചെയ്തിരുന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ പിന്നീട് അത് വർക്കാവാതെയായി. ആദ്യം ഇത്രയേറെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇല്ലാത്ത സമയത്ത് പല പഴയ സ്ട്രാറ്റജികളും നന്നായി വർക്കായിരുന്നു. പക്ഷേ അത് കോമൺ ആയി ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി അത് കാലക്രമേണ മാർക്കറ്റിൽ വർക്കാവാതെയായി. അപ്പൊ അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രാറ്റജികളല്ല നമ്മളുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ മണി മാനേജ്മെന്റും മൈൻഡ് മാനേജ്മെന്റുമാണ്. മണി മാനേജ്മെന്റിൽ തന്നെയാണ് റിസ്ക് മാനേജ്മെന്റ് വരുന്നത്. മൈൻഡ് മാനേജ്മെന്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് സൈക്കോളജിയൊക്കെ ആളുകൾ ഇപ്പോൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. നമ്മളുടെ ഗ്രീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഓവർ ട്രേഡ് ചെയ്യരുത്. അതൊക്കെ നമ്മൾ വിശദമായ വീഡിയോകൾ വരുന്ന ആഴ്ചകളിൽ നമുക്ക് ചെയ്യാം. ഇനി പ്രധാനമായും മനസ്സിലാക്കേണ്ട ഭാഗം മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റിൽ ഒരുപാട് റൂൾസ് തന്നെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീപ്പായിട്ട് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ മണി മാനേജ്മെന്റിൽ തുടക്കക്കാരായ ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു വളരെ സിമ്പിൾ ആയ ഒരു മെത്തേഡ് പറയാം. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 10% മാത്രമേ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ മുടക്കാൻ പാടുള്ളൂ. മണി മാനേജ്മെന്റിന്റെ ഞാൻ വർഷങ്ങളായി ഫോളോ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന വളരെ ലളിതമായ സിമ്പിൾ ആയ ഒരു മെത്തേഡാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ 10% എന്ന് പറഞ്ഞാൽ 1 lakh ആണല്ലോ. ആ 1 ലക്ഷം രൂപ മാത്രമേ ആകെ ട്രേഡ് ചെയ്യാൻ അനുവാദമുള്ളൂ. അത് തന്നെ തുടക്കക്കാരെ സംബന്ധിച്ചല്ല. നന്നായി ട്രേഡ് ചെയ്ത് ഒരു 3 മാസം മുതൽ 6 മാസം, പറ്റുമെങ്കിൽ 1 കൊല്ലം വരെയൊക്കെ നന്നായി ഒരു ചെറിയ തുക കൊണ്ട് ട്രേഡ് ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിച്ച ഒരു നല്ല പ്രോ ട്രേഡർ ആയ ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിന്റെ 10% വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് വന്ന് നാളെ നമ്മിത് പഠിച്ച് മറ്റന്നാൾ മുതൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഏതൊരു വലിയ സ്കില്ലിന്റെ പിന്നിലും ഒരുപാട് നാളത്തെ അധ്വാനം വേണം. ഒരുപാട് നാളത്തെ പിഴവുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രേഡിംഗ് പോലെ ഇത്രയും വലിയ സ്കില്ല് വേണ്ട ഒരു മേഖലയിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ മണി മാനേജ്മെന്റിൽ നമ്മൾ പുലർത്തുന്ന കണിശത കൊണ്ട് മാത്രമാണ് ഈ കാലം അത്രയും നമ്മൾ ട്രേഡ് ചെയ്തിട്ട്, വലിയ വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്തിട്ട്, ഞാൻ ആക്റ്റീവ് ട്രേഡർ ആയിരുന്ന കാലത്തും വലിയ രീതിയിൽ 2000 ക്വാണ്ടിറ്റി, 2200 ക്വാണ്ടിറ്റി ഒക്കെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിരുന്ന കാലത്തും, ഒറ്റ ദിവസം നമ്മൾ 45,000 ഒക്കെ റിസ്ക് എടുത്ത് ആ രീതിയിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന കാലത്തും നമുക്ക് കൃത്യമായൊരു മണി മാനേജ്മെന്റ് റൂൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഡെയിലി ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ലോസ് വന്നാൽ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യില്ല, ആ ഓവർ ട്രേഡ് ചെയ്യില്ല, റിവെഞ്ച് ട്രേഡ് ചെയ്യില്ല. ഇങ്ങനെ കണിശമായ നിയമങ്ങൾ നമ്മൾ പുലർത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ മാർക്കറ്റ് കണ്ടീഷനുകളിലൂടെ കടന്നു പോയിട്ടും വലിയ പണമൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലാത്തത്. ഇപ്പൊ പേഴ്സണലി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളുടെ കഥകളൊന്നും പറയാനില്ല. തുടക്കകാലത്ത് എല്ലാവരെയും പോലെ നമ്മളും ചെയ്തിരുന്ന തെറ്റായ ചില കാരണങ്ങൾ കൊണ്ട്, അതുപോലെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് മറികടക്കാൻ പറ്റാത്ത മാർക്കറ്റ് റിസ്ക് മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുള്ളത്. അവിടെയും കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ പ്രശ്നത്തെയും മറികടന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ മണി മാനേജ്മെന്റ് എന്നതാണ് ഇതിന്റെ ഹേർട്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവായി എല്ലാവരും മനസ്സിലാക്കുകയും കണിശമായ ഒരു ഫ്രെയിംവർക്ക് അതിനായി സെറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞാൻ പറയുകയാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണത്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പറയുന്നത്. നമ്മൾ ഈ വെൽത്ത് മാനേജ്മെന്റിന്റെ ഒക്കെ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെയാണ് അവരുടെ ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ. ഇപ്പൊ ഞാനൊരു എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ഇത്തിരി തിരക്കായതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയ വീഡിയോയിലേക്ക് പോകുന്നില്ല. നമുക്കത് പിന്നീട് ചെയ്യാം. അതിൽ നിന്ന് ഒരു സിമ്പിൾ ആയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ട്രേഡിംഗ് ക്യാപിറ്റലുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ഈ ട്രേഡിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഒരു 9 ലക്ഷം രൂപ നേരെ 8% റിട്ടേൺ കിട്ടുന്ന ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി 1 ലക്ഷം രൂപ വെച്ച് ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം മാത്രം അദ്ദേഹം ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രേഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ എൻ്റയർ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു എന്ന് കൂട്ടിക്കോളൂ. 1 ലക്ഷം രൂപ പൂർണ്ണമായും നശിച്ചു പോയി. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം 1.5 വർഷം കഴിയുമ്പോഴേക്കും
അദ്ദേഹത്തിന്റെ ഈ 9 ലക്ഷം രൂപ വളർന്ന് അത് കോമ്പൗണ്ട് ആയി ഈ പറഞ്ഞ 10 ലാക്ക് ആയിട്ടുണ്ടാകും. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പൂർണ്ണമായി അവിടെ പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്തു. എന്നാൽ ഈ 1 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ വിവിധ മെത്തേഡുകൾ വലിയ വലിയ കമ്പനികൾ, ഫണ്ട് ഹൗസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു സ്ട്രാറ്റജിയേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ മണി മാനേജ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കണം. അതിനായി തുടക്കക്കാരോട് പറയാനുള്ളത്, നമ്മളുടെ ക്യാപിറ്റലിന്റെ വളരെ ചെറിയൊരു ശതമാനം, പറയുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, 10%ന്റെ 10%, അതായത് 10,000 രൂപ. ഇന്നിപ്പോ നിഫ്റ്റിയിലൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഒരു ലോട്ട് എടുക്കണമെങ്കിൽ തന്നെ നിയർലി 7,000 റുപ്പീസ് ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് പറയുന്നു 10,000 രൂപ. അത് മാത്രമായിരിക്കണം ഒരു തുടക്കക്കാരന്റെ, ഒരു അബ്സല്യൂട്ട് ബിഗിനറുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ. 10,000 രൂപയെ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി തുക നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ഉള്ളത്, നമുക്ക് അപ്പുറത്ത് ബോണ്ടുകളുണ്ട്. 8%, 9% ഒക്കെ ഒരു ഡീസന്റ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന നല്ല ബോണ്ടുകളുണ്ട്. അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ നമ്മൾ എടുക്കുക. നമുക്ക് ഈ സ്കില്ല് മാസ്റ്റർ ചെയ്താൽ പരിധികളില്ലാത്ത വലിയ ഫ്യൂച്ചർ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ നമുക്ക് വേണ്ടത് പണമാണ്, ക്യാപിറ്റലാണ്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക എന്നതായിരിക്കണം മാർക്കറ്റിൽ വരുന്ന ഏതൊരാളുടെയും തുടക്കകാലത്തെ ലക്ഷ്യം. ഇപ്പൊ 10%ന്റെ 10% കൊണ്ട് അബ്സല്യൂട്ട് ബിഗിനർ തുടങ്ങുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോ ട്രേഡറായി നമ്മൾ മാറുന്നു എന്ന ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ മിനിമം 6 മന്തെങ്കിലും കഴിയാതെ ഒരു കാരണവശാലും നമ്മുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കരുത്. എന്നിട്ട് നല്ലൊരു ട്രേഡർ ആയതിനു ശേഷം ക്യാപിറ്റലിന്റെ 10% ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയും അതിൽ നിന്ന് നന്നായി പ്രോഫിറ്റ് വരികയും ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുമ്പോൾ ആനുപാതികമായി നമുക്ക് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാവുന്നതാണ്, നമ്മുടെ ലോട്ട് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്താൽ വളരെ നല്ല ഒരു ട്രേഡറായി, ഡിസിപ്ലിൻ ഉള്ള, നല്ല മണി മാനേജ്മെന്റ് ഉള്ള ഒരു ട്രേഡറായി നമുക്ക് മാറാൻ കഴിയും. അത്തരത്തിൽ നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു ട്രേഡറായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം താഴെ കമന്റിൽ എഴുതി അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഉപയോഗപ്പെടാൻ സാധ്യതയുള്ളവരിലേക്കും ഒന്ന് അയച്ചു കൊടുത്താൽ വലിയ സന്തോഷം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നല്ല വീഡിയോകൾ വരാനുണ്ട്. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.